Hi all, welcome to Learnino. Chromatography second part MCQs check ചെയ്യാം. Which of the following is not a feature of carrier gas in the gas chromatography? ഗ്യാസ് ക്രോമറ്റോഗ്രാഫിൽ നമ്മൾ പ്രധാനമായിട്ടും കാരിയർ ഗ്യാസ് യൂസ് ചെയ്യാനുണ്ട്. അത് ഇനേർട്ട് ഗ്യാസ് ആയിരിക്കും യൂസ് ചെയ്യുന്ന എന്ത് പ്രോപ്പർട്ടി എന്താണ് അത് കാരിയർ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി കെമിക്കലി ഇനേർട്ട്, ഇറ്റ് ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ ഡിറ്റക്ടർ എംപ്ലോയ്ഡ്, ഇറ്റ് ഷുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി പ്യുവർ, ഇറ്റ് ഷുഡ് ബി ചീപ്പ്. ഇറ്റ് ഷുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി പ്യുവർ അതാണ് ഇതിൽ മിസ്റ്റേക്ക് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം കാരിയർ ഗ്യാസിന്റെ ഫീച്ചർ ആണ്. അത് ഹൈലി പ്യുവർ ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Which of the following is a disadvantage of hydrogen which can be used as a carrier gas in gas chromatography? It is very dangerous to use. Hydrogen is very dangerous to use. It has a better thermal conductivity and lower density. അതെന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ ഹാൻഡ്ലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹൈലി എക്സ്പ്ലോസീവ് ആണ്. Which of the following is a commonly used support material for packed column in gas chromatography? Diatomaceous earth. ഓക്കെ, സിലിക്ക, ഡൈറ്റമേഷ്യസ് എർത്ത് തുടങ്ങിയവരാണ് എന്ത് പാക്ഡ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് വെച്ചിട്ടായിരിക്കും ആ കോളം മെയ്ഡ് ചെയ്തേക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് കോയിൽ ഓർ ഹെലിക്കൽ ഷേപ്ഡ് പാക്ഡ് ക്രോമറ്റോഗ്രാഫിക് കോളം? ഇനി കോയിലായിട്ടോ ഹെലിക്കൽ ഷേപ്പോ ആയിട്ടാണ് കോളം എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ബുദ്ധിമുട്ട് ഇറ്റ് കാനോട്ട് ബി റീപാക്ഡ് ഈസിലി. അതായത് ഇതിനെ നമുക്ക് റീപാക്ക് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആൾറെഡി കോയിലായിട്ട് കിടന്നാല്. Capillary columns are open tubular column constructed from which of the following material? Capillary column എപ്പോഴും ഫ്യൂസ്ഡ് സിലിക്ക മെറ്റീരിയലിലാണ് എന്ത് ചെയ്യുന്നത്, മെയ്ഡ് ചെയ്യുന്നത്. അതൊരു ഹൈ പ്യൂരിറ്റി ഗ്ലാസ്സിനകത്ത് സിലിക്ക മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് കാപ്പിലറി കോളംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.